എസ്എഫ്ഐയുടെ ആൾക്കൂട്ട വിചാരണയിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ കേസിൽ അന്വേഷണം ഇതുവരെ സിബിഐക്ക് കൈമാറിയിട്ടില്ല. പിണറായി സർക്കാർ തീരുമാനമെടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ കേസ് സിബിഐക്ക് വിടാൻ സാധിക്കും. എന്നാൽ ഇന്ന് ഇതുവരെ ഈ കേസ് സിബിഐയിൽ എത്തിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് സിദ്ധാർത്ഥിന്റെ അച്ഛനെ നേരിട്ട് കണ്ട് എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. സിദ്ധാർത്ഥിന്റെ അച്ഛനെ കണ്ടതിന് പിന്നാലെയാണ് രാജീവ് ചന്ദ്രശേഖർ ഈ സംഭവത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. കേസ് സിബിഐക്ക് റെഫർ ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയാണ് സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് ഉറപ്പ് നൽകിയത്. എന്നാൽ കേസ് ഗവൺമെന്റ് ഓഫ് കേരളയിൽ നിന്ന് അത് സിബിഐയിലേക്ക് വിട്ടിട്ടില്ല. അതിന്റെ കൂടെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ശ്രമം കൂടിയാകുമ്പോൾ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം സംശയിക്കുകയാണ്. സിബിഐ അന്വേഷണം തുടങ്ങുന്നതിന് മുൻപ് സസ്പെൻഷൻ പിൻവലിക്കാനുള്ള വൈസ് ചാൻസലറുടെ തിടുക്കം എന്തിനാണ് എന്നാണ് എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നത്. സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും മക്കളെ വിടാൻ മാതാപിതാക്കൾക്ക് ഭയമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. സിദ്ധാർത്ഥിന്റെ ദാരുണ മരണം മറക്കാൻ സാധിക്കുന്ന കാര്യമല്ല. ഇക്കാര്യത്തിൽ ന്യായം നടപ്പിലാക്കിയേ പറ്റൂ. ഇതിന്റെ പിന്നിൽ ഒളിച്ചുകളി നടത്താൻ പിണറായി വിജയനെ അനുവദിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേസുമായി ബന്ധപ്പെട്ട് നടപടി നേരിട്ട 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ച വിസി ഉത്തരവിറക്കിയിരുന്നു. ഇതിന് പിന്നാലെ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെടുകയാണെന്ന ആശങ്ക സിദ്ധാർത്ഥിന്റെ അച്ഛൻ പങ്കുവച്ചിരുന്നു. പൂക്കോട് വെറ്റിനറി കോളേജിൽ എസ്എഫ്ഐയുടെ ആൾക്കൂട്ട വിചാരണയെ തുടർന്നാണ് സിദ്ധാർത്ഥ് മരണപ്പെട്ടത്. ഈ സംഭവത്തിലെ തെളിവുകളടക്കം തേച്ചുമാച്ച് കളയാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് തന്നെയാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് പങ്കുവയ്ക്കുന്നത്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആന്റി റാഗിംഗ് സ്ക്വാഡ് സസ്പെൻഡ് ചെയ്ത 33 വിദ്യാർത്ഥികളെ കോളേജ് തിരിച്ചെടുത്ത സംഭവത്തിലായിരുന്നു അദ്ദേഹം ഇങ്ങനെ രൂക്ഷമായി പ്രതികരിച്ചതും. തന്റെ മകന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും നീതി കിട്ടുമോ എന്ന കാര്യത്തിൽ തനിക്കിപ്പോൾ സംശയമുണ്ടെന്ന് തന്നെയാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ വിദ്യാർത്ഥികളെ കണ്ടെത്തിയത് ആന്റി റാഗിംഗ് സ്ക്വാഡാണ്, ഞാനല്ല. തെളിവുകൾ തേച്ചുമാച്ച് കളയാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിനു പിന്നിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. ചിലപ്പോൾ വിസിക്ക് അവരെന്തെങ്കിലും വാഗ്ദാനം ചെയ്തു കാണും. വിസിക്ക് ഒന്നും സാധിച്ചില്ലെങ്കിൽ ചാൻസലറെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കും. പെട്ടെന്ന് സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചതിലും സംശയമുണ്ട്. ഇത് പ്രതിഷേധങ്ങളുടെ വായി മൂടിക്കെട്ടാനുള്ളതാണ് എന്നാണ് സംശയം. സിബിഐ അന്വേഷണം വരുമെന്ന് പറഞ്ഞ ഉടനെ പോലീസ് അന്വേഷണം മതിയാക്കി. ഇപ്പോൾ രണ്ടുമില്ല എന്നാണ് ജയപ്രകാശ് പ്രതികരിക്കുന്നത്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ടും ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. 8 മാസത്തോളം നീണ്ട പീഡനമായിരുന്നു സിദ്ധാർത്ഥ് കോളേജിൽ നേരിട്ടത്. പലപ്പോഴും സിദ്ധാർത്ഥിനെ നഗ്നനാക്കിയായിരുന്നു പീഡനം. എസ്എഫ്ഐ യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ കെ അരുണിന്റെ മുറിയിൽ സിദ്ധാർത്ഥ് ഹാജരാകണം എന്നാണ് നിർദ്ദേശം. ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് വിദ്യാർത്ഥികൾക്കിടയിൽ സിദ്ധാർത്ഥ് ഒരു താരമായിരുന്നു. ഇതായിരുന്നു പീഡനത്തിന് കാരണമായത്. സിദ്ധാർത്ഥ് കോളേജിൽ നേരിട്ടത് 3 ദിവസത്തെ ക്രൂര മർദ്ദനം എന്നായിരുന്നു പുറത്തുവന്ന വിവരങ്ങൾ. എന്നാൽ സിദ്ധാർത്ഥിന്റെ സഹപാഠിയിൽ നിന്ന് ഉൾപ്പെടെ ശേഖരിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആന്റി റാഗിംഗ് കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആന്റി റാഗിംഗ് കമ്മിറ്റി 166 കുട്ടികളുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. 8 മാസം നീണ്ടുനിന്ന പീഡന വിവരം ആന്റി റാഗിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട അധ്യാപകർ അറിഞ്ഞിട്ടില്ല എന്നതാണ് ദുഃഖകരം. സിദ്ധാർത്ഥിന്റെ ജന്മദിനത്തിൽ പോലും തൂണിൽ കെട്ടിയിട്ട് ഇവർ പീഡിപ്പിച്ചു എന്നതാണ് മൊഴികൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.